ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ കരുണ കുളിയെല്ലാം കഴിഞ്ഞ് പൂജാമുറിയിൽ കയറി വിളക്ക് കൊളുത്തുന്നു. തുടർന്ന് ഒരിക്കലെങ്കിലും എൻ്റെ ആഗ്രഹത്തിനൊപ്പം നിൽക്കണേ, കണ്ണനും ലക്ഷ്മിയും അവരുടെ കുഞ്ഞു പോയ സങ്കടത്തിൽ വാവിട്ട് നിലവിളിക്കുന്നത് എനിക്ക് കാണാൻ പറ്റണേ എന്നെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ആ അയ്യപ്പ വിഗ്രഹത്തിൽ നിന്നും വരുന്ന പ്രകാശം കണ്ട് കരുണ പേടിച്ച പൂജാമുറിയിൽ നിന്നും പുറത്തു കടക്കുന്നു. ഇതേ സമയം ദുർഗയാണെങ്കിൽ കരുണയെ തന്നെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് അമ്മ എന്താ എന്നെ നോക്കുന്നതെന്ന് കരുണ ചോദിക്കുമ്പോൾ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞതേ ഉള്ളൂ. അതിനു മുൻപ് നീ കുളി കഴിഞ്ഞ് പൂജാമുറിയിൽ കയറി. ഇന്നലെ കുഞ്ഞിന് അസുഖമായിട്ട് കണ്ണൻ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ്. പിന്നെ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്ന് ഇതുവരെ ആരും വിളിച്ചു പറഞ്ഞിട്ടില്ല. ആ കുഞ്ഞിന് ആപത്തുണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കാനല്ലേ നീ പൂജാമുറിയിൽ കയറുത് എന്നെല്ലാം ദുർഗ തുറന്നടിച്ച് ചോദിക്കുമ്പോൾ കണ്ണൻ്റെയും ലക്ഷ്മിയുടെയും കുഞ്ഞിന് ഒരാപത്തും വരുത്തരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചതെന്ന് കരുണ പറയുമ്പോൾ അങ്ങനെ നീ പ്രാർത്ഥിക്കണമെങ്കിൽ ചേച്ചിയെ സ്നേഹിക്കുന്ന അനിയത്തിയായിട്ട് നീ ജനിക്കണം. ഇപ്പം എൻ്റെ മരുമകൾക്ക് അതിന് കഴിയില്ല. അങ്ങനെ ഒരു അച്ഛനും മുത്തശ്ശിയും ഭർത്താവുമാണ് നിനക്കുള്ളത് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് തിരിച്ചടികളൊക്കെ കിട്ടിയല്ലോ അമ്മേ. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു മാറ്റം എന്നിലും കാണാൻ പറ്റുമെന്നെല്ലാം കരുണ പറയുമ്പോൾ ഇനി എല്ലാ ദിവസവും നീ ഇതുപോലെ നേരത്തെ എഴുന്നേറ്റ് പൂജാമുറിയിൽ കയറി വിളക്ക് കൊളുത്തോ എന്ന് ദുർഗ ചോദിക്കുമ്പോൾ കർക്കിടക മാസം മുഴുവൻ അങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് കരുണ പറയുമ്പോൾ കർക്കിടക മാസം പകുതിയും കഴിഞ്ഞു, ഇതുവരെ നീ അങ്ങനെയൊന്നും ചെയ്യുന്നത് കണ്ടിട്ടില്ലല്ലോ എന്ന് ദുർഗ വീണ്ടും ചോദിക്കുമ്പോൾ ഇന്നലെ കുടുംബക്ഷേത്രത്തിലെ ദേവി സ്വപ്നത്തിൽ വന്ന് എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു എന്നും ഇന്നു മുതൽ കുളി കഴിഞ്ഞ് പൂജാമുറിയിൽ കയറി വിളക്ക് കൊളുത്തണം, അതാ ഞാൻ അങ്ങനെ ചെയ്തത് എന്നെല്ലാം കരുണ കള്ളം പറയുമ്പോൾ കള്ളം പറയാനായിട്ട് നിന്നെ കഴിഞ്ഞേ വേറെ ആരും ഉള്ളൂ. നീ ഇപ്പോൾ പൂജാമുറിയിൽ കയറി വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചതിൻ്റെ കാരണമൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നീ ആഗ്രഹിച്ചതുപോലെയൊന്നും നടക്കാൻ പോകുന്നില്ല. നിന്നെപ്പോലെ തന്നെ പൂജാമുറിയിൽ കയറി ദൈവത്തിന് മുന്നിൽ നിന്നും പല കാര്യങ്ങളും പ്രാർത്ഥിച്ചിട്ടുള്ളവളാണ് ഞാൻ. അതിനുള്ള ശിക്ഷയും എനിക്ക് കിട്ടി. നിന്നെ മരുമകളായിട്ടല്ല സ്വന്തം മകളായിട്ടാണ് ഞാൻ സ്നേഹിച്ചത്. എൻ്റെ മകളെ പോലും തള്ളിക്കളഞ്ഞിട്ട് അത് തെറ്റാണെന്ന് ദൈവങ്ങൾ തന്നെ എനിക്ക് മനസ്സിലാക്കി തന്നു. ഇനി ഞാൻ ഒരിക്കലും പഴയ ദുർഗയാവില്ല. ഞാൻ പ്രസവിച്ചതാണെന്ന് കരുതി എൻ്റെ സ്വന്തം മോനെയും ഭാര്യയെയും അവനെ സംരക്ഷിക്കാനൊന്നും എനിക്ക് കഴിയില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ധാരണ നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് കളയുന്നതാണ് നല്ലത് എന്നെല്ലാം ദുർഗ തുറന്നടിച്ച് പറയുമ്പോൾ എൻ്റെ ശത്രുക്കളെ സ്നേഹിക്കുന്ന ഇവർ വെള്ളം ഇറങ്ങാതെ ചാവണേ എന്നെല്ലാം ദുർഗയെ ശപിച്ചുകൊണ്ട് മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ കരുണ. അപ്പോൾ ഇത് കാണുന്ന ദുർഗ നീ എന്താ ചിന്തിക്കുന്നത്, ഞാൻ കിടന്നു പോണേ എന്നാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഞാൻ ചിന്തിക്കുകൂടിയില്ല, എല്ലാം കൂടി എന്നെല്ലാം കരുണ പറഞ്ഞ് മുകളിലേക്ക് പോകുന്നു. അപ്പോൾ തുടർന്ന് ദുർഗയ്ക്കാണെങ്കിൽ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ചില പന്തികേടുകളെല്ലാം തോന്നുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജാനമ്മയുടെ അടുത്തേക്ക് മരുമകൾ ചായയുമായിട്ട് വരുന്നു. എനിക്കൊന്നും വേണ്ട, നീ തന്നെ കുടിച്ചാൽ മതി എന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ട് ജാനമ്മ. ഇതേസമയം ദേവരാജൻ വന്നിട്ട് ഇന്നലെ രാത്രിയും അമ്മ ഒന്നും കഴിച്ചില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ഇറങ്ങുന്നില്ല. ഭക്ഷണത്തിൻ്റെ മുന്നിലിരിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖമാണ് ഓർമ്മ വരുന്നതെന്ന് പറയുമ്പോൾ അമ്മ കുളിച്ച് റെഡിയായിട്ട് പോകാൻ നോക്കുക. ആ പ്രതാപൻ വിളിച്ചിരുന്നു, കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്നാണ് പറഞ്ഞത്. നിങ്ങൾ അവിടെ ചെന്നിട്ട് വേണം കാര്യങ്ങളൊക്കെ എന്തായി എന്നറിയാൻ പറയുമ്പോൾ ജാനമ്മയ്ക്ക് വീണ്ടും പേടി പിടിക്കുന്നുണ്ട്. തുടർന്ന് അമ്മ ശരിക്കും ആ പാലിൽ പൊടി കലക്കി കൊടുത്തോ എന്ന് മരുമകൾ ചോദിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതെന്ന് തിരിച്ച് ജാനമ്മ ചോദിക്കുന്നു. അമ്മ എന്തൊക്കെ പറഞ്ഞാലും കാര്യം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടാകുമെന്ന് ദേവരാജനും പറയുന്നുണ്ട്. തുടർന്ന് ദേവരാജൻ പറയുന്നുണ്ട് അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്, അവർക്ക് ഇനിയും കുഞ്ഞുങ്ങൾ ജനിക്കും. ആ സമയത്ത് ഈ കുഞ്ഞു പോയതിൻ്റെ സങ്കടമൊക്കെ മാറുമെന്ന് കൂസലില്ലാതെ പറയുമ്പോൾ ഒരമ്മയ്ക്കും ആ സങ്കടം മാറില്ലടാ, മക്കളില്ലാത്ത നിങ്ങൾക്കൊന്നും അത് മനസ്സിലാവില്ല എന്ന് പറയുമ്പോൾ അമ്മയെ ആരും സംശയിക്കില്ല. പാല് മാറി കുഞ്ഞിന് കൊടുത്തു എന്ന് എല്ലാവരും കരുതൂ എന്നെല്ലാം ദേവരാജനും മരുമകളും പറയുന്നുണ്ടെങ്കിലും ജാനമ്മയുടെ ആ സങ്കടം തീരുന്നില്ല കേട്ടോ. പിന്നീട് ദേവരാജനെ കാണാനായിട്ട് പ്രതാപൻ എത്തുന്നു. ആ കുഞ്ഞിന് ഇനി ജീവനോടെ ഇല്ല, പറഞ്ഞ പണം തന്നൂടെ സാറെന്ന് ദേവരാജൻ ചോദിക്കുമ്പോൾ കുഞ്ഞ് ആശുപത്രിയിലാണെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കിയൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. നിന്റെ അമ്മ അവിടെ എത്തി വിളിക്കട്ടെ, ഒക്കെ അറിഞ്ഞതിന് ശേഷം എന്നെ വിളിക്കുക, അതുകൂടി കഴിഞ്ഞാൽ പൈസ തരൂ എന്ന് പ്രതാപൻ പറയുന്നുണ്ട്. എല്ലാം നടന്നു കഴിഞ്ഞാൽ കാല് മാറൂ സാറേ എന്ന് ദേവരാജൻ വീണ്ടും ചോദിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് കണ്ണനും ലക്ഷ്മിയും കരയുന്നത്. എൻ്റെ മോളുടെ മുഖത്ത് ചിരി തെളിഞ്ഞാൽ അതിന് കാരണക്കാരായത് ആരാണെങ്കിലും ശരി, അവർക്ക് ഞാൻ പറഞ്ഞ തുക തന്നിരിക്കുമെന്ന് തന്നെ പ്രതാപൻ പറയുന്നുണ്ട്. തുടർന്ന് പറയുന്നുണ്ട്, നിന്റെ അമ്മ അനന്തുവിൻ്റെ വീട്ടിലേക്ക് എത്തിയാൽ ഉടനെ തന്നെ നീ എന്നെ വിളിക്കണ്ട. നിന്റെ അമ്മ അനന്തുവിൻ്റെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിറയെ ആൾക്കാരായിരിക്കും. കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി ഹോളിൽ തന്നെയായിരിക്കും കിടത്തിയിരിക്കുക. ആ കുഞ്ഞിൻ്റെ അടുത്തിരുന്ന് കരയുന്ന കണ്ണനെയും ലക്ഷ്മിയെയും കണ്ടതിന് ശേഷം അവർ നിന്നെ വിളിക്കും. ആ സമയത്ത് നീ എന്നെ വിളിച്ച് വിവരം പറഞ്ഞാൽ മതി. നിനക്ക്
പറഞ്ഞുറപ്പിച്ച പണം മുഴുവൻ ഞാൻ തന്നിരിക്കുമെന്നും പ്രതാപൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അങ്ങനെ ജാനമ്മ ഗേറ്റ് തുറന്ന് അനന്തുവിൻ്റെയും രേഖയുടെയും വീട്ടിലേക്ക് ചെല്ലുന്നു. തുടർന്ന് ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊന്നും ആരെയും കാണാത്തതിനെ തുടർന്ന് ഇനി എല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് പോയി കാണൂ എന്നെല്ലാം ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അവിടെ കാറ് കിടക്കുന്നുണ്ടല്ലോ എന്നും ചിന്തിക്കുന്നുണ്ട്. തുടർന്ന് പേടിയോടുകൂടി അകത്തേക്ക് കിടക്കുകയാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ അനന്തു ആണെങ്കിൽ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനന്തു ജാനമ്മയെ കാണുന്നുണ്ട്. തുടർന്ന് ജാനമ്മ എത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം കണ്ണനും മുകളിൽ നിന്നും വരുന്നു. കണ്ണനെ കാണുന്നതും ദേ ആളെത്തിയെന്ന് പറയുന്നുണ്ട് അനന്തു. തുടർന്ന് കണ്ണൻ ജാനമ്മയോട് പറയുന്നുണ്ട്, അമ്മയ്ക്ക് പാൽ ഇല്ലാത്തതുകൊണ്ടാണ് വേറെ അറേഞ്ച്മെന്റ്സ് ഉണ്ടാക്കിയത്. കുഞ്ഞിന് പാല് കൂടുതലൊന്നും കൊടുക്കണ്ട എന്ന് കണ്ണൻ പറയുമ്പോൾ, കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയോ സാറേ എന്ന് ജാനമ്മ പേടിയോട് ചോദിക്കുമ്പോൾ, തൽക്കാലം ഒന്നും പറ്റിയില്ല. ഇന്നലെ കുറച്ച് സമയം അടുത്തുള്ളൊരു ക്ലിനിക്കിലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മഹി കുഞ്ഞിനെയും എടുത്തുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ വിഷം കഴിച്ചിട്ടും കുഞ്ഞിനൊന്നും സംഭവിച്ചില്ലേ എന്ന് മനസ്സിൽ ഇതേ സമയം ജാനമ്മ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ശ്രദ്ധിക്കുന്ന മഹി ജാനമ്മ വന്ന ഉടനെ തന്നെ കുഞ്ഞ് ഹോസ്പിറ്റലായപ്പോൾ ജാനമ്മയ്ക്ക് വിഷമായി എന്ന് തോന്നുന്നു പറയുമ്പോൾ, ഞാൻ വന്നതിന് ശേഷം കുഞ്ഞ് പാലൊക്കെ കുടിച്ച് കരച്ചിലൊക്കെ നിർത്തി എന്നറിഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി എന്ന് പറയുന്നുണ്ട് കേട്ടോ ജാനമ്മ. ഇപ്പം കുഴപ്പമൊന്നുമില്ല, നല്ല മിടുക്കി കുട്ടിയായിട്ടുണ്ട്, കൊണ്ടുപോയി കുളിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജാനമ്മയുടെ കൈകളിലേക്ക് കുഞ്ഞിനെ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ മഹി ചെയ്യുന്നത്. ശേഷം കുഞ്ഞിനെയും കയ്യിൽ വെച്ചുകൊണ്ട്, കുഞ്ഞിനൊന്നും പറ്റിയില്ലേ, എന്നാലും വീട്ടിലുള്ളവരോട് ഞാൻ എന്ത് സമാധാനം പറയൂ എന്ന് ജാനമ്മ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. പിന്നീട് കണ്ണനും മഹിയും അനന്തുവിനോട് പറയുന്നുണ്ട്, ലേഖയോട് ഇനി ജാനമ്മയെ കുറ്റം പറയരുതെന്നെല്ലാം പറയുന്നുണ്ട്. തുടർന്ന് മോളെ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടല്ലോ ലേഖ, അപ്പോൾ നിങ്ങൾക്ക് ഇനി വീണ്ടും ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചൂടെ, അനന്തുവേട്ടൻ അത് മുൻകൈയെടുത്തൂടെ എന്നെല്ലാം മഹി ചോദിക്കുമ്പോൾ, എന്തായാലും ലേഖ ഇനി അതിന് സമ്മതിക്കില്ല. നിങ്ങളിനി നീലമോളെ ഇടയ്ക്കിടയ്ക്ക് കാണാനുള്ള അവസരം അവൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതിയെന്ന് പറയുന്നുണ്ട് കേട്ടോ അനന്തു. പിന്നീട് ദേവരാജന് പാമ്പ് കടി ഏൽക്കുന്നുണ്ട്. അപ്പോൾ അയാളാണെങ്കിൽ അവിടെ ഇങ്ങനെ വാവിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂർഖനാണ് കടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അയൽവാസി ഒരാൾ വന്ന് പറയുന്നു. തുടർന്ന് മരുമകളാണെങ്കിൽ തോർത്തെടുക്കാനായിട്ട് അകത്തേക്ക് പോവാണ്. ഇതേ സമയം ജാനമ്മ വിളിക്കുമ്പോൾ ചേട്ടനെ മൂർഖൻ കടിച്ചു എന്ന് മരുമകൾ പറയുന്നതും അത് കേട്ട് ഞെട്ടിവെറിച്ച് പോവാണ് കേട്ടോ ജാനമ്മ. അപ്പോൾ ഇതേ സമയം ജാനമ്മ എന്ന് വിളിച്ചുകൊണ്ട് മഹി വരുന്നുണ്ട്. അപ്പോൾ ജാനമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കാണുമ്പോൾ, എന്ത് പറ്റി ജാനമ്മ എന്ന് മഹി ചോദിക്കുമ്പോൾ, എന്നെ മോനെ പാമ്പ് കടിച്ചു മോളെ മൂർഖൻ എന്ന് ജാനമ്മ പറയുന്നതും, എന്നാൽ പിന്നെ ജാനമ്മ പെട്ടെന്ന് പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ജാനമ്മയെ പറഞ്ഞു വിടുകയാണ് മഹി ചെയ്യുന്നത്. ശേഷം വിഷം ഉള്ളിൽ ചെന്നിട്ടും കുഞ്ഞിനൊന്നും സംഭവിച്ചില്ല. പക്ഷേ ദേവരാജനെ വിഷം തീണ്ടി എന്നെല്ലാം സ്വയം ദൈവത്തെ വിളിച്ചുകൊണ്ട് മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ ജാനമ്മ. പിന്നീട് കരുണയാണെങ്കിൽ ആരെയോ പ്രതീക്ഷിച്ചെന്ന പോലെ ടെറസിൽ ഇങ്ങനെ നടക്കുന്നത് കണ്ട് ദുർഗ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കാണിച്ചാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്